വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. രണ്ടാഴ്ചയായിട്ട് നമ്മുടെ യൂട്യൂബിന്റെ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ സ്പാമായി പോകുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന വ്യൂസ് ഒക്കെ തീരെ കുറവ് എന്നുള്ള പ്രശ്നമായിട്ടാണ് നമ്മളിപ്പോൾ ഈ സിറ്റുവേഷനിൽ കടന്നു പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പുതിയ യൂട്യൂബ് ബ്ലോഗർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നവരായിരിക്കും. നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയവരായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളൊരു യൂട്യൂബർ, നമ്മളൊരു ബ്ലോഗർ ആയിട്ട് ഇതിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ഇൻകം കയറി തുടങ്ങത്തുള്ളൂ നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാനാണെങ്കിൽ വീഡിയോയുടെ കാറ്റഗറിയിലാണെങ്കിൽ 500 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 3000 വാച്ച് അവറുമാണ് വേണ്ടത്. ഇനി ഫുൾ മോണി ആക്കാനാണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ് വേണ്ടത്. ഇനി ഷോർട്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഹാഫ് മോണി ആക്കാനാണെങ്കിൽ 500 സബ്സ്ക്രൈബറും 90 ദിവസത്തിൽ 30 ലക്ഷം വ്യൂസുമാണ് വേണ്ടത്. ഇനി ഫുൾ മോണി ആക്കാനാണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബറും 90 ദിവസത്തിൽ 1 കോടി വ്യൂസുമാണ് വേണ്ടത്. ഇതിപ്പോ ഞാൻ വീണ്ടും എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ എന്താണെന്നറിയാത്തവർ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഫോർമാറ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ലൈക്സിന്റെ ഓപ്ഷൻ ഉണ്ട്, കമന്റിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എലിജിബിൾ ആക്കി ഇട്ടിട്ട് നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റും യൂസസും എന്തൊക്കെയാണ്, നമുക്ക് അതിൽ നിന്ന് വ്യൂസ് എങ്ങനെ കിട്ടാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നേടാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ 2 ആഴ്ചത്തെ അപ്ഡേഷന് ശേഷം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു അൽഗോരിതമാണ് ലൈക്സിന്റെയും കമന്റിന്റെയും സെക്ഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂട്യൂബിൽ അപ്ഡേഷൻ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവർ, അതായത് നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ആണല്ലോ, നമ്മളെപ്പോലെ വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും വ്യൂസ് കയറണം, സബ്സ്ക്രിപ്ഷൻ കൂടണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളത് മാക്സിമം എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വീഡിയോ ആയാലും ഷോർട്സ് ആയാലും ഇടാൻ ശ്രമിക്കുമ്പോഴായാലും നമുക്കായാലും നമ്മുടെ ചാനലിൽ അതിന്റെ മാറ്റം അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തെന്തായാലും നല്ല ടൈമിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ഫേസ്ബുക്കൊക്കെ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഇപ്പൊ ഇല്ലാത്തതായിട്ട് ആരും തന്നെയില്ല. പതുക്കെ എല്ലാവരും യൂട്യൂബിലേക്കും തിരിയും. അപ്പൊ നമ്മളിപ്പോൾ തുടങ്ങിയതെന്ന് പറയുമ്പോൾ നല്ല ബെറ്റർ ടൈമിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിനൊക്കെ അപേക്ഷിച്ചാലും കൂടുതൽ ഇൻകം ആയാലും നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുടെ കാറ്റഗറി എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സിന് താഴെ സ്കൂൾ സ്റ്റുഡൻസ് ഉൾപ്പെടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കോ, എങ്കിലും പഠിപ്പിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ആദ്യം പഠിക്കാനുള്ളത് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പൊക്കോളൂ. പിന്നെ നമ്മളെപ്പോലുള്ള എൻ്റെ ഏജ് കാറ്റഗറിയിലുള്ള ഒരുപാട് പേരുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ 50 വയസ്സിന് മുകളിലുള്ള നമ്മുടെ അമ്മച്ചിമാരൊക്കെ ആയാലും അങ്കിളുമാരൊക്കെ ആയാലും എല്ലാവരും പതുക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാചകത്തിന്റെ ഫീൽഡായാലും ട്രാവലിങ്ങിന്റെ ഫീൽഡായാലും ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ അവരും പതുക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അവർക്കും അവരുടെ ടൈം പോകും, അതുപോലെ തന്നെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിക്കും മനസ്സിലാവുന്ന രീതിയിലാണ്, സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യൂസ് കയറുന്ന കാര്യത്തിലായാലും സബ്സ്ക്രിപ്ഷൻ കൂടുന്ന കാര്യത്തിലായാലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തംബ്ലൈൻ എത്രയും അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാവോ അത്രയും നമുക്ക് നല്ലതാണെന്ന്. ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ എടുത്ത് നോക്കുവാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുമ്പോൾ OnePlus ആണ്. പക്ഷെ ഭൂരിഭാഗവും എൻ്റെ തംബ്ലൈൻ വെച്ചിട്ടാണ് എൻ്റെ വീഡിയോ ആയാലും റെക്കമെൻഡേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടന്റ് ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്ലൈൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ തംബ്ലൈനെ പറ്റിയല്ല, വേറെ 2 കാറ്റഗറീസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്ന ലൈക്സും കമന്റിന്റെയും സെക്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു, ഒരു 5000 പേര് മാക്സിമം കണ്ടു, 5000 വ്യൂസ് നമുക്കുണ്ടായെന്ന് വിചാരിക്കുക. അതിൽ ഒരു 1000 പേരായിരിക്കും നമ്മുടെ വീഡിയോ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ആയാലും കണ്ടിട്ട് ഇഷ്ടമാകുന്നത്. ഈ ഇഷ്ടമായ ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ വീഡിയോയ്ക്കായാലും അല്ലെങ്കിൽ ഷോർട്സിനായാലും കമന്റ് ആയാലും ലൈക്സ് ആയാലും തരുന്നത്.
അപ്പോൾ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഈ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഷോർട്സിൽ നമുക്ക് എന്തോരം കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, ലൈക്സ് കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവ് കമൻറ്റ്സ് കാണും, നെഗറ്റീവ് കമൻറ്റ്സ് കാണും. അതിൽ നെഗറ്റീവ് കമൻറ്റ്സും അതുപോലെ തന്നെ ലൈക്സും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കൗണ്ട് ആവറേജ് എടുത്തിട്ട് അത്രയും ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷനിലേക്ക് യൂട്യൂബ് എത്തിക്കുന്നുണ്ട്. ഇതാണ് യൂട്യൂബ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഷോർട്സിലാണെങ്കിൽ അത് ഓരോ വൈറലാകുന്ന ഫീൽഡ് അനുസരിച്ചിരിക്കും. പക്ഷേ ലോങ് വീഡിയോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ തുടങ്ങുമ്പോഴായാലും വീഡിയോ അവസാനിക്കുന്ന സമയമായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓഡിയൻസിനോട് ചോദിക്കാം. അതനുസരിച്ച് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാൻ പറയാം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാക്സിമം കൂടുതലും കമൻറ്റ് ആയാലും ലൈക്സ് ആയാലും വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമുക്കിടുന്ന കമൻറ്റ് ആയാലും നമുക്കിടുന്ന ലൈക്സ് ആയാലും നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂസ് കിട്ടാനും റെക്കമെൻഡേഷനിലേക്ക് പോകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല നല്ല കണ്ടന്റ് റിലേറ്റഡ് ടോപ്പിക്സ് ചൂസ് ചെയ്ത് ഇടാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല യൂട്യൂബ് റിലേറ്റഡ് ഒരുപാട് കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട്. അതൊക്കെ മസ്റ്റായിട്ട് കാണാൻ വേണം. അപ്പോൾ ഓക്കെ, ബൈ.